എ വിന്നർ നെവർ സ്റ്റോപ്പ് ട്രൈ. നിങ്ങൾ എല്ലാവരും വിന്നേഴ്സ് ആവണം. അപ്പൊ വിന്നേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യില്ല, അവരുടെ ഹാർഡ് വർക്ക് ഒരിക്കലും ഉപേക്ഷിക്കില്ല. എപ്പോഴും അവർ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള എക്സൈറ്റ്മെന്റ്, ഇതെല്ലാം അവർക്ക് ഉണ്ടായിരിക്കും. അവരെപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും വിന്നേഴ്സ് ആണ്. സോ വിന്നേഴ്സ്, വെൽക്കം ബാക്ക് ടു സാലോ ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. മിസ്സിന്റെ പേര് ശ്രീഭാമ എന്നാണ്, ഷോർട്ട് ഫോം SB. സോ നിങ്ങളൊരു പുതിയൊരു അക്കാഡമിക് ഇയറിലോട്ട് ഇതാ കയറാൻ വേണ്ടിയിട്ട് പോവാണ് അല്ലെ. പുതിയൊരു വർഷത്തിലോട്ട് പോവാണ്. 6th നിന്ന് നിങ്ങൾ 7th എത്തി. അപ്പൊ നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. കാരണം ന്യൂ ബിഗിനിങ് ആണ് അല്ലേടാ മക്കളെ, നിങ്ങൾക്കൊരു പുതിയൊരു തുടക്കമാണ്. അപ്പോൾ ഒരുപാട് സന്തോഷങ്ങൾ പ്ലസ് സങ്കടം തോന്നുന്ന ഒരു വർഷമായിരിക്കും ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പുതിയൊരു വർഷം കടക്കുന്നതുകൊണ്ട് നിങ്ങൾ അതിന്റെ എക്സൈറ്റഡും കാര്യങ്ങളും ഉണ്ടായിരിക്കും. സ്റ്റിൽ അതേ സമയത്ത് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇപ്രാവശ്യം സിലബസ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ അതെങ്ങനെയാണ് എന്താണെന്നുള്ള കൺഫ്യൂഷൻസും ഒരുപാട് നമുക്ക് ഉണ്ടായിരിക്കും അല്ലെ. ബട്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല, ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അടിപൊളിയാക്കും, സെറ്റാക്കും. എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും നമ്മൾ സെറ്റാക്കും. ഓക്കെ, അപ്പൊ ഒരു പുതിയ ബിഗിനിങ് ആണ്. നിങ്ങളുടെ പുതിയ സ്കൂളായിരിക്കാം, ചിലപ്പോൾ ഒരു പഴയ സ്കൂളിലുള്ളവരുണ്ടായിരിക്കാം, പുതിയ ന്യൂ സ്കൂളിലോട്ട് പോകുന്നവരുണ്ടായിരിക്കാം, പുതിയ ഫ്രണ്ട്സ് ആയിരിക്കാം, ചിലപ്പോൾ പുതിയ ടീച്ചേഴ്സ് ആയിരിക്കാം. എന്തോ ആയിക്കോട്ടെ, ഈ ഒരു അക്കാഡമിക് ഇയർ നമ്മൾ അടിപൊളിയാക്കും, സെറ്റാക്കും. എല്ലാ പ്രശ്നങ്ങളും നമ്മൾ മാറ്റിവെച്ച് ഈ ഒരു വർഷം നമ്മൾ എന്ത് ചെയ്യും, ഒരു പുതിയതായിട്ടുള്ള രീതിയിൽ തന്നെ ന്യൂ ബിഗിനിങ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഈ വർഷത്തെ മെയിൻ പ്രശ്നം മിസ് പറഞ്ഞതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. 7th ടെക്സ്റ്റ് ബുക്ക് ഇപ്രാവശ്യം മാറിയിട്ടുണ്ട്. പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ് നമുക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ അതെങ്ങനെയാണ് എന്താണെന്നുള്ള കൺഫ്യൂഷൻസ് ഒരുപാട് നമുക്ക് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ സൈറ്റിൽ ഓൾറെഡി കുറച്ച് അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ. അപ്പൊ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. NCERTയുടെ നമ്മുടെ സൈറ്റിൽ നിന്ന് ഇത് റെഫർ ചെയ്തിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് സിലബസിലും ചേഞ്ചുകൾ വരാം അല്ലെ. പണ്ടത്തെ പോലെയല്ല, അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഈ വർഷം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരിക്കോ, അത് ഈസി ആയിരിക്കോ, അത് വൈഡ് ആണോ, കുറച്ചും കൂടെ അപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ള കൺഫ്യൂഷൻസ് എല്ലാവർക്കും സ്റ്റിൽ ഉണ്ടായിരിക്കും. സോ ഡോൺ വറി മക്കളെ, നമ്മളെല്ലാവരും അടിപൊളിയാക്കും. നമ്മുടെ സ്റ്റൈൽ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. സോ ടെക്സ്റ്റ് ബുക്ക് മാറിയാലും അതിന്റെ സ്ട്രെസ്സും കാര്യങ്ങളും ഒന്നും നിങ്ങൾ മൈൻഡിൽ വെക്കണ്ട. നിങ്ങൾ എല്ലാപ്പോഴും ആലോചിക്കുന്നതായിരിക്കും, മിസ്സേ പുതിയ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാനൊന്നുമില്ല, നമുക്ക് ആരെന്ത് പറഞ്ഞു തരുന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം വേണ്ട. എല്ലാ വർഷത്തെ പോലെ ഈ വർഷം നമ്മൾ അടിപൊളിയാക്കും കേട്ടോ. സോ അതിന്റെ ടെൻഷൻ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചേക്കൂ. നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പുതിയതായിട്ടൊരു ന്യൂ സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ തന്നെ എന്റെ മക്കൾ തുടങ്ങാം. അപ്പൊ ഈ വർഷം നമുക്ക് ഉഷാറായിട്ട് തന്നെ എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എല്ലാ സമയത്തും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് മിസ്സ മക്കൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. മെയിൻ ആണ് ഇത്. നമ്മൾ എപ്പോഴും പഠിച്ചാൽ ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തറവാക്കി പോയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനനുസരിച്ചിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ബേസിക് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമുക്ക് സെറ്റ് ആക്കാം, റെഡി ആക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ സയൻസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. സോ എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ മക്കളെ, നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ ഒരുപാട് ഒബ്ജക്ട്സ് ഉണ്ട്. അപ്പൊ മിസ്സിന്റെ ചുറ്റും നോക്കുമ്പോൾ മിസ്സിന്റെ ഫോൺ ഉണ്ട്, റിമോട്ട് ഉണ്ട്, ഈവൻ മിസ്സിന്റെ പെന്നിരിപ്പുണ്ട്, മൗസ് ഇരിപ്പുണ്ട്, ഒരു മാർക്കർ ഇരിപ്പുണ്ട്. ഇതിപ്പോ എന്റെ ചുറ്റും കാണുന്ന ഒബ്ജക്ട്സ് ആണ്. നിങ്ങളുടെ അതിനനുസരിച്ച് മാറിയേക്കാം. നിങ്ങളുടെ ചുറ്റും കാണുന്നത് മറ്റുള്ള പല ഒബ്ജക്ട്സുകളായിരിക്കും അല്ലെ. അപ്പൊ ഈ ഒബ്ജക്ട്സുകളെല്ലാം, ഇതിനെല്ലാം കോമൺ ആയിട്ടൊരു പേര് പറഞ്ഞ് വിളിക്കാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വിളിക്കാൻ പറ്റും? എല്ലാത്തിനെയും നമുക്ക് എന്ത് പറയാം, മാറ്റർ എന്ന് വിളിക്കാം. സോ വാട്ട് ഈസ് മാറ്റർ, ഓർ വാട്ട് ഡു യു മീൻ ബൈ മാറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാറ്റർ ഈസ് ദാറ്റ് എനിത്തിങ് ഓക്കുപ്പൈ സ്പേസ് ആൻഡ് ഹാസ് മാസ്. മാസ് ഉള്ളതും സ്ഥിതി ചെയ്യാൻ ഒരു സ്ഥലം ആവശ്യമുള്ളതിനെയാണ് നമ്മൾ മാറ്റർ എന്ന് പറയാം. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല എന്ന് എനിക്കറിയാം. സിമ്പിൾ ആയിട്ട് പറയാം. ഈ ഒരു റിമോട്ടിന് ഒരു മാസ് ഇല്ലട മക്കളെ. ഓഫ് കോഴ്സ് ഇതിനൊരു മാസ് ഉണ്ട്. ആൻഡ് അതേപോലെ ഈ സാധനത്തിന് നിൽക്കാൻ ഇപ്പൊ ഒരു സ്പേസ് വേണ്ടേ. റിമോട്ട് ഇവിടെ വെച്ചപ്പോ മിസ്സിന്റെ ഈ കൈവെള്ളയിലാണ് ഇരുന്നത് അല്ലേ. അപ്പൊ അതിന് ഒക്കുപ്പാഷന് സ്പേസ് ആവശ്യമാണ്. അപ്പൊ ഇതിനെന്ത് നമുക്ക് പറയാൻ പറ്റും, ഇതൊരു മാറ്റർ ആണെന്ന് പറയാം. ഇനി മിസ്സിന്റെ ഫോൺ എടുക്കാം. മിസ്സിന്റെ ഫോൺ നോക്കൂ, ഇതിനൊരു മാസ് ഉണ്ട്, ഷുവർ ആയിട്ടുണ്ട്. ആൻഡ് ഇത് ഞാൻ പിടിച്ചിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഈ സ്പേസിൽ അത് പിടിച്ചിട്ടില്ല അല്ലേ. അതിന്റെ അർത്ഥം എന്താണ്, ഇത് എന്ന് പറയുന്ന സാധനത്തിന് ഒക്കുപ്പാഷന് സ്പേസും ആവശ്യമാണ്. ഇനി ഞാൻ ഇവൻ മിസ്സിനെ തന്നെ നിങ്ങൾ നോക്കുക. മിസ് ഇതാ നിൽക്കുകയാണ് ഒരു ഭാഗത്ത്. മിസ്സിന് ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് വേണം. മിസ് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആൻഡ് മിസ്സിനൊരു മാസവും ഉണ്ട്. സോ അങ്ങനെ എല്ലാത്തിനെയും, നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ ഒബ്ജക്ട്സുകളെയും നമുക്ക് കോമൺ ആയിട്ട് വിളിക്കാൻ പറ്റുന്ന പേരാണ് മാറ്റർ. ആൻഡ് മാറ്ററിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ ചോദിച്ചാൽ, ഫിസിക്കൽ പ്രോപ്പർട്ടിയും കെമിക്കൽ കോമ്പോസിഷൻ അനുസരിച്ച് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം.
അപ്പൊ എന്താണ് ഫിസിക്കൽ പ്രോപ്പർട്ടി? എപ്പോഴും നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറയാ നമ്മൾ കാണുമ്പോൾ ഉള്ള ഒരു ഇതനുസരിച്ച് അല്ലെ. ഇപ്പൊ ഫിസിക്കൽ അപ്പിയറൻസ് എന്നൊക്കെ പറയില്ലേ, ഇപ്പൊ മിസ് ഇന്ന് ബ്ലാക്ക് ടീഷർട്ട് ആണ് ഇട്ടേക്കുന്ന സൈലത്തിന്റെ, ആൻഡ് മിസ് ഇതാ വാച്ച് ഇട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് ഫിസിക്കൽ അപ്പിയറൻസ് നോക്കിയിട്ടാണ്. മിസ്സിന്റെ കണ്ണ് ഇങ്ങനെയാണ്, മിസ്സിന്റെ ഐ ഇങ്ങനെയാണ്, നോസ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് ഇസ് ഫിസിക്കൽ. ആൻഡ് ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ചുകളാണ് നിങ്ങൾ നോക്കുന്നത് അല്ലെ. അതേപോലെയാണ് ഇവിടെ നമ്മുടെ ഒബ്ജക്ട്സിന്റെ കേസിൽ നമ്മൾ ഫിസിക്കൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് അനുസരിച്ച് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എപ്പോഴും ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതിനെപ്പറ്റി മിസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആൻഡ് കെമിക്കൽ കോമ്പോസിഷൻ അനുസരിച്ച് 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്, പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. എന്താണ് മക്കളെ ഈ സോളിഡ് സബ്സ്റ്റൻസുകൾ, എന്തൊക്കെയാ അതിനുള്ള എക്സാമ്പിൾസ്? ഇപ്പം മിസ് പറഞ്ഞ മോസ്റ്റ്ലി എല്ലാം സോളിഡാ. ഈ റിമോട്ട് സോളിഡ് ആണ്, ഈ പെന്ന് സോളിഡ് ആണ്, ഈ മാർക്കർ സോളിഡ് ആണ്, മിസ് ഇട്ടിരിക്കുന്ന വാച്ച് സോളിഡ് ആണ്. എന്താ സോളിഡ് എന്ന് പറയുന്ന സമയത്ത് അതാ നോക്കൂ, നിങ്ങളുടെ ചുറ്റും കാണുന്ന എല്ലാ ഒബ്ജക്റ്റുകളും നിങ്ങൾക്ക് ക്ലാസിഫൈ ചെയ്ത് നോക്കാം. ഇപ്പൊ ഗ്ലാസ് ആയിക്കോട്ടെ, ബുക്സ് ആയിക്കോട്ടെ, പെൻ ആയിക്കോട്ടെ, ഒക്കെ സോളിഡ് സ്റ്റേറ്റിലുള്ളതാണ്. അപ്പൊ സോളിഡ് എന്ന് പറയുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് അല്ലെ, കുറച്ച് കട്ടിയായിട്ടിരിക്കുന്ന സാധനമാണ് സോളിഡ് എന്ന് പറയുന്നത്. അപ്പൊ ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളം, ഇപ്പൊ എനിക്കിവിടെ കാണിച്ചു തരാൻ ഒന്നുമില്ല. സാനിറ്റൈസർ ഉണ്ടാ തോന്നുന്നു അല്ലെ. സാനിറ്റൈസർ നോക്കടാ, ഈ സാനിറ്റൈസർ ഇങ്ങനെ എന്താണ് ലിക്വിഡ് ഫോമിലാണുള്ളത് അല്ലെ. ഇനി നമ്മൾ കുടിക്കുന്ന വാട്ടർ ആയിക്കോട്ടെ ലിക്വിഡ് ഫോമിലാണ്, ആൻഡ് ഓയിൽ ആയിക്കോട്ടെ ലിക്വിഡ് ആണ്. സോ ഇതൊക്കെ എന്താണ് ലിക്വിഡ് ഫോമിൽ കാണുന്നു. മിൽക്ക്, വാട്ടർ, ഓയിൽ, കെറോസിൻ ഒക്കെ അതിനുള്ള എക്സാമ്പിൾ ആണ്. ഇനി അടുത്തത് ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ്. ഗ്യാഷ്യസ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ബലൂൺസിലൊക്കെ ഗ്യാസ് നിറക്കില്ലേ മക്കളെ, അത് ഗ്യാസ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് അല്ലെ. അതേപോലെ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ CNG, LPG എന്നൊക്കെ പറഞ്ഞ ഫ്യൂവൽസ് ഒക്കെ യൂസ് ചെയ്യില്ലേ, അതൊക്കെ എന്താണ് ഗ്യാസ് ആണ് അല്ലെ. ഇനിയിപ്പോ നമ്മൾ LPG പറയുമ്പോൾ നമ്മുടെ ഈ സിലിണ്ടറിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഗ്യാസ് കഴിയുന്ന സമയത്ത് ഗ്യാസ് നമ്മൾ വാങ്ങിക്കില്ലേ, അതെന്താ ശരിക്കും അതിനകത്തുള്ള LPG എന്നാണ് പറയാ, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. അതും എന്താണ് ഗ്യാസ് ഫോമിലാണ് കാണുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും എയർ തന്നെ ഇഷ്ടം പോലെ ഗ്യാസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് സ്റ്റേറ്റ് 3 സ്റ്റേറ്റ്സ് ആണ് നമ്മുടെ മെയിൻ ആയിട്ട് മാറ്ററിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി അനുസരിച്ച് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ സോളിഡ് ആണ് അല്ലെ. അതിൽ സോളിഡിന്റെ പാർട്ടിക്കിൾസ് എങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്കറിയോ? ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ ഭയങ്കര അടുത്തായിരിക്കും അതിന്റെ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കുക. ഭയങ്കര കട്ടിയായിട്ട് ഇങ്ങനെ, ഞാനിപ്പോ ഇങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിലാണ് അതിൽ എന്ത് ചെയ്യാം, അതിന്റെ മോളിക്യൂൾസ് പരസ്പരം അട്രാക്ട് ചെയ്യുന്നത് എന്നർത്ഥം. അതേ സമയത്ത് ലിക്വിഡ് ആണെങ്കിൽ കുറച്ചും കൂടെ മാറി, കുറച്ചും കൂടെ സ്പേസ് കൊടുത്തു. അതിൻ്റെ ഇടയിൽ അവർക്ക് അങ്ങനെ കുറച്ച് ഫ്ലോ ചെയ്യാനുള്ള കഴിവൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സ്പേസ് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതി കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ചിത്രം വരയ്ക്കാം. ഇനി അടുത്ത് നോക്കുക, ഗ്യാസ് ആണെങ്കിലോ അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. അത് അവിടെ ഇവിടെ ഓരോന്നൊക്കെ ഉണ്ടാവത്തുള്ളൂ അല്ലെ. അപ്പൊ അവിടെ ഇങ്ങനെ പാറി നടക്കാൻ നമ്മുടെ ഗ്യാഷ്യസ് മോളിക്യൂൾസ്. സോ അതുകൊണ്ട് തന്നെ അറേഞ്ച്മെന്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. സോളിഡ് ആണെങ്കിൽ ഭയങ്കര കട്ടിയായിട്ട് ഇതേപോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക, ഭയങ്കര അടുത്തടുത്തായിരിക്കും എൻ്റെ മോളിക്യൂൾസും ആൻഡ് അതുപോലെ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കുക. എന്നാൽ ലിക്വിഡ് ആണെങ്കിൽ കുറച്ച് ഗ്യാപ്പ് അവർ തമ്മിൽ ഉണ്ടായിരിക്കും, ഒരു സ്മോൾ ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എന്താണ് ഭയങ്കര ഫ്രീ ആയിട്ട് നടക്കുന്ന ആളുകളാണ് ഗ്യാഷ്യസ് ഫോം എന്ന് പറയുന്നത്. സോ അങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പൊ സോളിഡ് എന്ന് പറയുന്നതിന് കറക്റ്റ് ആയിട്ട് ഒരു ഷേപ്പ് ഉണ്ടോ? ഉണ്ട്. മിസ്സിന്റെ പെന്നിന്റെ ഷേപ്പ് ഉണ്ടോ? ഉണ്ട്. അതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള വോളിയം ഉണ്ടോ? വോളിയം എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? വ്യാപ്തം അല്ലെ. വ്യാപ്തം എന്നാണ് മലയാളത്തിൽ പറയാ, നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. വോളിയം അല്ലെ. അപ്പൊ ഈ വോളിയം എന്ന് പറയുന്നത് ഇതിനുണ്ടോ? ഉണ്ട്. അതും ഉണ്ട്. ഇനിയിപ്പോ ലിക്വിഡ് സ്റ്റേറ്റ് നോക്കാം. ലിക്വിഡിന് കറക്റ്റ് ആയിട്ട് ഷേപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ സാനിറ്റൈസർ ഇതിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നെങ്കിൽ ഞാൻ ഈ അടപ്പിലെടുത്ത അടപ്പിന്റെ ഷേപ്പ് ആയിരിക്കും, ഇനി വേറൊരു ഗ്ലാസ്സിലെടുത്ത അതിന്റെ ഷേപ്പ് ആയിരിക്കും. സോ ഫിക്സഡ് ആയിട്ട് ഒരു ഷേപ്പ് നമുക്ക് ലിക്വിഡിന് പറയാൻ പറ്റില്ല. ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. അപ്പൊ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ ആണ്. അതുപോലെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു വോളിയം എന്തുണ്ട്, നമുക്ക് ഇതിനുണ്ട് എന്ന് പറയാൻ പറ്റും അല്ലെ. അതാണ് നമ്മുടെ ഏതിന്റെ കേസില? ലിക്വിഡിന്റെ കേസില. ഇനി ഗ്യാഷ്യസ് സ്റ്റേറ്റ് പറയുകയാണെങ്കിലോ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ തന്നെയാണ്. പ്രത്യേകിച്ച് എന്താണ് ഏതിലാണോ എടുക്കുന്നത് അതിന്റെ രീതിയിലായിരിക്കും ഉണ്ടാവുക. ഫിക്സഡ് ആയിട്ട് നമുക്ക് എന്തായാലും പറയാൻ പറ്റില്ല. വോളിയം എന്ന് പറയുന്നതും ആ ഒരു കണ്ടെയ്നറിൽ എത്ര ഇരിക്കുന്നോ അതിനനുസരിച്ചിട്ടുള്ള ഒരു വോളിയം നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഫിക്സഡ് ആയിട്ടുള്ള ഒരു വോളിയം നമുക്ക് പറയാൻ പറ്റില്ല, ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് അങ്ങനെയുള്ള ഒരു സാധനമാണ് ഈ ഗ്യാഷ്യസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡിഫറൻസ് കിട്ടിയേ. സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സമയത്ത് ഫിക്സഡ് വോളിയം ആൻഡ് ഫിക്സഡ് ഷേപ്പ് ഉണ്ടായിരിക്കും. ആൻഡ് അതുപോലെ എന്താണ് റിജിഡ്, നല്ല രീതിയിൽ അത് കട്ടിയായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ. അതാണ് സോളിഡ് സ്റ്റേറ്റ്. ലിക്വിഡ് സ്റ്റേറ്റ് ആണെങ്കിലോ കണ്ടെയ്നറിന്റെ ആ ഒരു ആകൃതിയിലോട്ടായിരിക്കും, ഷേപ്പിലോട്ടായിരിക്കും മാറുക. ഒരു വോളിയം കറക്റ്റ് ആയിട്ടുണ്ട്,
ആൻഡ് ഷേപ്പ് എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അത് റിജിഡ് ആണോ ചോദിക്കുമ്പോൾ നോൺ റിജിഡ് ആണെന്ന് പറയാൻ പറ്റും അല്ലെ. ഇനി അടുത്തതോ ആൻഡ് ഗ്യാസ് ആണെങ്കിൽ കേസ് നോക്കുക വേണ്ട, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വോളിയം എന്ന് പറയുന്നത് നമുക്ക് ഫിക്സഡ് അല്ല, ഷേപ്പ് എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല, ആൻഡ് അതേപോലെ അത് നോൺ റിജിഡും ആണെന്നുള്ള പോയിന്റ്സ് നിങ്ങൾ ആലോചിച്ച് വെക്കുക. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗ്യാസ് സ്റ്റേറ്റിന്റെ ഡിഫറൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ എന്റെ മക്കൾ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് അത് പഠിക്കുക. അപ്പൊ ബാക്കി കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ അതുവരേക്കും ബൈ ബൈ, സീ യു ഡിയേഴ്സ്, ബൈ ബൈ.